ഹലോ ഫ്രണ്ട്സ്, നിശാഗന്ധിയുടെ നല്ലൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ 2-3 മാസമായിട്ട് കാര്യമായ സെയിലൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. എന്നിരുന്നാലും ഇപ്പോൾ ഇതാ നമ്മൾ നിങ്ങളടുത്ത് ഒരാഴ്ച മുന്നേ പറഞ്ഞതുപോലെ ഒരുപാട് പ്ലാൻസുമായിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ. നമുക്ക് കഴിഞ്ഞ ആഴ്ച നമുക്ക് ലോഡ് ഇറങ്ങിയതിനകത്ത് 3000-ലധികം റോസാ ചെടികളുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് ഒരു വെറൈറ്റി റോസാണ് കേട്ടോ നമ്മളിന്ന് കാണിക്കുന്നത്. ഇതും ഒരു 1000 പ്ലാൻസിൻ്റെ അടുത്ത് നമുക്ക് സ്റ്റോക്ക് ഇറങ്ങിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല സെയിൽ തന്നെയാണ് നമുക്ക് ഇവിടെയും നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് വീഡിയോസ് ഇടാനായിട്ട് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുറഞ്ഞ സമയത്തിനുള്ളിൽ എഡിറ്റ് ചെയ്തെടുക്കുന്ന ഒരു വീഡിയോ ആണിതേ. അപ്പോൾ ഇത് റോസാ ചെടികൾ ഇഷ്ടപ്പെടുന്ന ആർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയാണ് കേട്ടോ നമ്മുടെ ഈ റെഡ് പിനാക്കോ എന്ന് പറയുന്നത്. ഈ റെഡ് പിനാച്ചോ നല്ല വലിയ 8 ഇഞ്ച് പോട്ടിൽ വരുന്ന ചെടികൾ കൂടിയാണ്. അപ്പോൾ ഇതിൻ്റെ ചെറിയ ചെറിയ പ്ലാന്റ്സൊക്കെ പലരും കുറഞ്ഞ രീതിയിലൊക്കെ സെയിൽ ചെയ്യുന്നുണ്ട്. ഇത് നിങ്ങൾക്കിതേ നമ്മുടെ വീഡിയോ കാണാം. ഇതിനകത്ത് പ്ലാന്റിൻ്റെ സൈസും കാര്യങ്ങളും കാണാം. അത്യാവശ്യം നല്ല പ്ലാന്റ്സാണ്. തുരുതുരാന്ന് പറഞ്ഞ് മൊട്ടും നിറയെ പൂക്കളുണ്ട് കേട്ടോ. 3-4 പൂക്കൾ നമ്മുടെ ഒരു ചെടിക്കകത്ത് വരുന്നുണ്ട്. പിന്നെ ലോഡ് വന്നിറങ്ങിയതിൻ്റെ ഒരു ക്ഷീണം ചില പ്ലാന്റ്സിൻ്റെയൊക്കെ സൈഡ് മൂലയൊക്കെ പോയിട്ടുണ്ട്. എന്നിരുന്നാലും അത്യാവശ്യം നല്ല പ്ലാന്റ്സ് തന്നെയാണ് കേട്ടോ. അതെ, നിങ്ങൾക്ക് കാണാൻ കഴിയും ഇതിനകത്ത് പഴയ ഇലകളും പുതിയ ഇലകളും എല്ലാം നിൽക്കുന്നത് കണ്ടില്ലേ. പുതിയ പുതിയ തളിരിലകളെല്ലാം വന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ നമ്മൾ നിങ്ങളുടെ കൈകളിലേക്ക് തരുന്നത്. പിന്നെ പറയേണ്ടത് നമ്മുടെ റോസാ ചെടികളെ അത്യാവശ്യം കുഞ്ഞു കുട്ടികളെ നമ്മൾ നോക്കിയെടുക്കുന്ന അതേ രീതിയിൽ നോക്കിയെടുക്കണം. നമ്മുടെ വീട്ടിനകത്ത് കിട്ടുന്ന പച്ചക്കറിയുടെ വേസ്റ്റ്, മുട്ടയുടെ തൊണ്ട് മിക്സിനകത്ത് പൊടിച്ചത്. നമ്മൾ യൂട്യൂബ് തുടങ്ങിയ സമയം മുതൽ റോസാ ചെടികളുടെ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്തെല്ലാം നമ്മൾ എടുത്തെടുത്ത് പറയുന്ന കുറേ കാര്യങ്ങളുണ്ടായിരുന്നു കേട്ടോ റോസാ ചെടീനെ പറ്റിയിട്ട്. എങ്ങനെ നമുക്ക് ഒരു റോസാ ചെടിയെ നല്ല രീതിയിൽ കൊണ്ടു നടക്കണം, അതിനകത്ത് എങ്ങനെയൊക്കെ പൂക്കൾ വരണം എന്നെല്ലാം കുറച്ച് വീഡിയോസ് കുറേ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ജസ്റ്റ് ചെറിയ രീതിയിലൊന്നും അങ്ങോട്ട് പറഞ്ഞു പോവുകയാണ്. മുട്ടയുടെ തൊണ്ട് പൊടിച്ച് നമ്മൾ മിക്സിയുടെ ജാറിനകത്തിട്ട് പൊടിക്കാം. എന്നിട്ട് അത് ചെടിയുടെ ചുവട്ടിൽ മണ്ണൊക്കെ ഇളക്കിയിട്ട് ഒന്ന് ഇട്ട് കൊടുക്കാം. ചട്ടിയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെടി വെക്കാം. അതല്ല ഇത്രയും വലിയ ചെടി ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് താഴെ വേണമെങ്കിലും വെക്കാം കേട്ടോ. അപ്പോൾ പലരും നമ്മളോട് ചോദിച്ചിട്ടുണ്ട് എങ്ങനെയാണ് ഈ പല സ്ഥലങ്ങളിലും ഒരുപാട് വർഷം പഴക്കമുള്ള റോസാ ചെടികൾ വളരെ കനമുള്ള സ്റ്റെമ്മോട് കൂടി നിൽക്കുന്നതെന്ന്. ഇതേപോലെ മണ്ണിനകത്ത് താഴെ തറയിൽ വെച്ച് പിടിപ്പിച്ചിട്ട് അതിനകത്ത് അവർ കൊടുക്കുന്ന വളങ്ങളും കാര്യങ്ങളും തന്നെയാണ് കേട്ടോ ആ ചെടിയുടെ അത്രയും കരുത്തുള്ള വളർച്ചയ്ക്ക് സഹായിക്കുന്നത്. പിന്നെ നമുക്ക് പഴത്തിൻ്റെ തൊലിയൊക്കെ വെള്ളത്തിനകത്ത് ഇട്ട് വെച്ചിട്ട് അത് ഡൈല്യൂട്ട് ചെയ്തിട്ട് നമ്മുടെ ചെടിയുടെ ചുവട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനിയിപ്പോൾ അതിനൊക്കെ ബുദ്ധിമുട്ടാണെങ്കിൽ പഴത്തൊലി ജസ്റ്റ് വെയിലത്തിട്ടൊന്ന് ഉണക്കാം. എന്നിട്ട് അതൊന്ന് മിക്സിയുടെ ജാറിനകത്തിട്ട് നല്ല പൗഡർ പോലെ ആക്കിയിട്ട് പൊടിച്ചെടുത്തിട്ട് അത് നമ്മുടെ ചെടിയുടെ ചുവട്ടിലിട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ അതിനും വയ്യാത്തവരാണെങ്കിൽ പഴത്തൊലി നിങ്ങൾ വെറുതെ എവിടേക്കും വലിച്ചെറിയണ്ട, നമ്മുടെ ചെടിയുടെ ചുവട്ടിലേക്ക് അങ്ങനെ ഇട്ട് കൊടുക്കാം. പക്ഷെ അത് അഴുകിയിട്ടൊക്കെ വരുമ്പോഴേക്കും കുറച്ച് സമയം എടുക്കും. പിന്നെ അതല്ലെങ്കിൽ പഴത്തൊലി നമുക്ക് ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തിട്ട് അങ്ങനെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. പക്ഷെ അങ്ങനെയൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ വരുന്ന പ്രശ്നം എന്ന് പറയുന്നത് രാത്രി സമയങ്ങളെല്ലാം എലിയൊക്കെ ഉള്ള ഏരിയ ആണെങ്കിൽ അവർ വന്ന് അതെല്ലാം വലിച്ചെടുത്ത് കൊണ്ടുപോകും. അങ്ങനെ നമ്മുടെ ചെടിക്ക് വളമായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുന്ന പഴത്തൊലി എലികൾക്കോ മറ്റ് ജന്തുക്കൾക്കോ ഒന്നും കൊണ്ടുപോകാത്ത രീതിയിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കാം. അതല്ലെങ്കിൽ വെള്ളത്തിലിട്ടിട്ട് അത് ഡൈല്യൂട്ട് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമ്മുടെ ചാണകപ്പൊടി, കോഴിവളം, ആട്ടിൻ കാഷ്ടം, പിന്നെ കുറച്ച് ഫെർട്ടിലൈസേഴ്സ്, ഇതെല്ലാം നമ്മൾ നേരത്തെ വീഡിയോസ് ഒരുപാട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ കണ്ടില്ലേ ഇതേ രീതിയിൽ നിങ്ങളുടെ വീടിൻ്റെ മുറ്റത്തും കുലകുലയായിട്ട് റോസാ ചെടി ഉണ്ടാവും കേട്ടോ. അപ്പോൾ കുലകുലയായിട്ട് പൂക്കളുണ്ടാകുന്ന റോസാ ചെടികൾക്ക് ഒരു പ്രധാന ഉദാഹരണമാണ് കേട്ടോ നമ്മുടെ ഈ റെഡ് പിനാച്ചിയോ എന്ന് പറയുന്നത്. ഇത് നമ്മുടെ കയ്യിൽ അത്യാവശ്യം നല്ല സ്റ്റോക്ക് ഉണ്ട്. 1000-ൻ്റെ ചുവട്ടിൽ പ്ലാന്റ്സ് ഉണ്ടായിരുന്നു. ഇപ്പോൾ അതൊരു 500-ൻ്റെ താഴേക്ക് ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ നല്ല ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട്. നിങ്ങളെല്ലാവരും നമ്മുടെ നല്ല കസ്റ്റമേഴ്സാണ്. നിങ്ങളെല്ലാവരും തരുന്നൊരു സപ്പോർട്ടാണ് കേട്ടോ നമ്മുടെ വളർച്ചയ്ക്ക് നല്ല രീതിയിൽ സഹായിക്കുന്നത്. അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ. ഓൾ ഇന്ത്യ ഡെലിവറിയാണ് നമ്മൾ ചെയ്യുന്നത്. DTDC വഴിയാണ്. നമ്മൾ എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ നമ്മുടെ ചെടിയുടെ റേറ്റ് പറയാനായിട്ടൊന്ന് വിട്ടുപോയിട്ടോ. ഒത്തിരി തിരക്കൊക്കെ ഉള്ളത് കൊണ്ടാണ്. നമ്മുടെ ഇത്രയും വലിയ ചെടിയുടെ വില വരുന്നത് 230 രൂപയാണ് കേട്ടോ. അപ്പോൾ ആരും ഒന്നും പേടിക്കേണ്ട, നിങ്ങൾക്ക് വളരെ നല്ല രീതിയിൽ വാങ്ങിച്ചു വെക്കാം. ഇതിൽ നിന്നും നമുക്ക് ഒരുപാട് തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും.
നമ്മുടെ സെയിലെല്ലാം തകർത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ചെറിയ ചെറിയ വിശേഷങ്ങൾ. മറ്റു നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.